Hi all, this is Meera. Welcome back to our channel High School Max PSC. ഇന്നത്തെ വീഡിയോയിൽ CBC 10ാം ക്ലാസ്സിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ബേസിക് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് സെക്ഷൻ അതിൽ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 16 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്, MCQ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും കേസിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അതുപോലെ 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ വൈസുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. First question, a box contains card numbered 6 to 50. A card drawn is at random from the box. The probability that the drawn card has a number which is a perfect square like 4, 9, etc. is. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ബോക്സിൽ 6 തൊട്ട് 50 വരെ നമ്പർ എഴുതിയിരിക്കുന്ന കാർഡുകൾ ഇട്ടിരിക്കുകയാണ്. 6, 7, 8 തൊട്ട് 50 വരെ. ഇനി ആ ഒരു ബോക്സിൽ നിന്ന് ഒരു കാർഡ് റാൻഡം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ആ ഒരു കാർഡ് പെർഫെക്റ്റ് സ്ക്വയർ 4, 9 ഈ രീതിയിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 1/45, 4/45, 2/15, 1/9. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബോക്സിൽ 6, 7, 8 ഇതേ രീതിയിൽ വന്ന് 50 വരെ നമ്പറുള്ള കാർഡ്സ് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 4, 9 അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് 2ൻ്റെ സ്ക്വയറാണ്, ഇത് 3ൻ്റെ സ്ക്വയറാണ്. ഇനി അടുത്ത് എന്താണ്? 4ൻ്റെ സ്ക്വയർ 16. ഇതുപോലെ സ്ക്വയേഴ്സ് ആണ് നമുക്ക് പിക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന പ്രോബിലിറ്റി കാണേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇവിടെ നമുക്കറിയാം ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ പോസിബിൾ ഔട്ട്കംസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രമാത്രം ഔട്ട്കംസ് ആണ്? പോസിബിൾ ഔട്ട്കംസ് എത്രയാണുള്ളത്? 6 തൊട്ട് 50 വരെയാണ് അതിനകത്ത് കാർഡുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തി? ഇതിന് മുന്നിലായിട്ട് 1, 2, 3, 4, 5 ഇത്രയുമാണ് ഇല്ലാത്തത്. അപ്പോൾ 50 നിന്ന് 5 മൈനസ് ചെയ്ത് എത്രയാണ്? 45. അപ്പം 45 കാർഡുകളാണ് അതിലുള്ളത്. അപ്പോൾ ആ ഒരു 50 നിന്ന് 6 മൈനസ് ചെയ്താൽ നമുക്ക് 44 കിട്ടത്തുള്ളൂ. ഓർക്കുക, 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സാണ് ഇല്ലാത്തത്. അതുകൊണ്ട് 50 നിന്ന് 5 മൈനസ് ചെയ്യുക. അപ്പം നമുക്കിവിടെ പോസിബിൾ ഔട്ട്കംസ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്രമാത്രം കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. അതാണ് ഫേവറബിൾ ഔട്ട്കംസ്. അപ്പം നമുക്കറിയാം ഈ 6 കഴിഞ്ഞിട്ട് നമുക്ക് നമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ ഈ 4 വരത്തില്ല. അപ്പോൾ പെർഫെക്റ്റ് സ്കോറിൽ 3ൻ്റെ സ്കോർ 9 വന്നു, 4ൻ്റെ സ്കോർ 16 വന്നു, 5ൻ്റെ സ്കോർ 25, 6ൻ്റെ സ്കോർ 36, 7ൻ്റെ സ്കോർ 49. 49 കഴിഞ്ഞ് വരുന്നത് 80 കവിഞ്ഞു പോകത്തില്ലേ? അപ്പോൾ നമുക്ക് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്ര ഉണ്ട്? 1, 2, 3, 4, 5 5ആണ്. 5/45. ഓപ്ഷൻ നോക്കിയേ, 5/45 ഇല്ല. അപ്പം നമ്മൾ ഇതിനെ ഒന്നുകൂടെ കട്ട് ചെയ്യുക. 9 × 5 അല്ലേ 45. അപ്പം 1/9 വന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Second question, in a circle of diameter 42 cm, if an arc subtends an angle of 60 degree at the center where pi equal to 22/7, then the length of the arc is. Options 22/7 cm, 11 cm, 22 cm, 44 cm. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സർക്കിളിൻ്റെ കേസിൽ അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 42 cm തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് ഒരു ആർക്ക് അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ആംഗിൾ എത്രയാണ് മേക്ക് ചെയ്യുന്നത്? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആർക്ക്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നൊരു കാര്യം 42 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയാം. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതും 21 ആണ്, ഇതും 21 ആണ്. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇതെന്താണ്? ഇതും ഈ പറയുന്ന റേഡിയസ് തന്നെയാണ്. അപ്പോൾ ഇതും 21 ആണ്, ഇതും 21 ആണ്. റേഡിയസ് 21 ആണ്. ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ആർക്ക് അല്ലേ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് ആർക്ക് അതാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ലെങ്ത് ഓഫ് ആർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? θ/360 × 2πr. അപ്പോൾ 2πr എന്നുള്ളത് ഇതിൻ്റെ പെരിമീറ്റർ, ഇതിൻ്റെ സർക്കംഫറൻസ് അല്ലേ 2πr. ഇനി ഇവിടുത്തെ θ/360. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആർക്ക് ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളാണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ഈസി ആയിട്ട് കിട്ടും. 60/360 × 2 × പൈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 22/7 ആണ്. ഇൻറ്റു ആർ എന്താണ്? റേഡിയസ് എന്താണ്? 21 വന്നു. ഓക്കെ, 0 0 ക്യാൻസലായി. 6 × 6 ആണ് 36 വരിക. 7 3s 21 വന്നു.
ഈ 3 2s are 6 ആണ്. 6 6 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇനി എന്തുണ്ട്? 22 ആണുള്ളത്. 22 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നമ്മളോട് ഏരിയ ഓഫ് സെക്ടറാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഇക്വേഷനിൽ എന്താ വ്യത്യാസം വരിക? ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ്റെ ഇവിടെ സർക്കംഫറൻസിന് വരും എന്താണ്? പൈ ആർ സ്ക്വയർ വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഈ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ആൻഡ് സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു വൈ, ദെൻ ടാൻ തീറ്റ ഈസ്. ഓപ്ഷൻസ് ഏതെല്ലാമാണ്? എക്സ് വൈ, എക്സ് ബൈ വൈ ബൈ എക്സ്, 1/xy. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് നമുക്ക് തന്നിരുന്നത് സൈൻ തീറ്റ തന്നിട്ടുണ്ട്, സെക്കൻഡ് സീക്ക് തീറ്റ തന്നിട്ടുണ്ട്, ടാൻ തീറ്റ കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ഈ ടാൻ തീറ്റയ്ക്ക് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഈ സൈൻ തീറ്റയായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കറിയത്തില്ലേ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ എന്നുള്ളത്. അപ്പോൾ സൈൻ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ കോസ് തീറ്റയും ഇവിടെ തന്നിരിക്കുന്ന സീക്ക് തീറ്റയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? കോസ് തീറ്റ എന്ന് പറയുന്നത് 1/സീക്ക് തീറ്റയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സീക്ക് തീറ്റ എന്ന് പറയുന്നത് 1/കോസ് തീറ്റയാണ്, അല്ലയോ? അപ്പോൾ ഇവിടെ നോക്കുക, സൈൻ തീറ്റ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ തീറ്റ ഇൻറ്റു 1/കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ അതുപോലെ കൊടുത്തു, ഇൻറ്റു കൊടുത്തു 1/കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു 1 ആണ് സൈൻ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു ഇവിടുത്തെ 1 എന്ന് പറയുന്നതാണ് കോസ് തീറ്റ വരിക. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, സൈൻ തീറ്റയുടെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? എക്സ് ഇൻറ്റു, ഇനി സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/കോസ് തീറ്റയാണ്. അപ്പോൾ 1/കോസ് തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റ തന്നെയാണ്. അതിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് വൈ വന്നു. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ആണ് ടാൻ തീറ്റയുടെ വാല്യൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പം ഇത്ര ഓർക്കുക, ടാൻ തീറ്റ കാണാൻ പറയുമ്പോഴത്തേക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ഇത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ഇനി ഇതെന്ന് പറയുന്നത് സൈൻ തീറ്റ ഇൻറ്റു 1/കോസ് തീറ്റയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്? കാരണം ഇവിടെ സീക്ക് തീറ്റയാണ് തന്നിരിക്കുന്നത്. സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/കോസ് തീറ്റയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ വാല്യൂ എന്ന് പറയുന്നതാണ് ഈ വൈ തന്നെയാണ്. ഓപ്ഷൻ എ ആണ്, എക്സ് വൈ ആണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ y ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു -5 ഹാസ്. ഓപ്ഷൻ എ 1 സൊല്യൂഷൻ, ഓപ്ഷൻ ബി 2 സൊല്യൂഷൻസ്, ഓപ്ഷൻ സി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, ഓപ്ഷൻ ഡി നോ സൊല്യൂഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ട് ഇക്വേഷൻസ് തന്നിരിക്കുകയാണ്, y ഈക്വൽ ടു 0, y ഈക്വൽ ടു -5. ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് നോക്കുക, y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0, ഇതിപ്പം എക്സ് ആക്സും വൈ ആക്സിസും ആണ്. y എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതല്ലേ നമ്മുടെ 0 പോയിന്റ് ഒറിജിൻ. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു. അപ്പോൾ ഇതിലൂടെ ഒരു ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് എന്താണ്? ഈ ഒരു ലൈൻ വന്നു, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നു, y ഈക്വൽ ടു 0. കാരണം എന്താണ്? എക്സിന് 1 2 അല്ലെ -1 -2 ഏത് വാല്യൂസ് വേണേലും വരാം, വൈയുടെ വാല്യൂ 0. അടുത്ത y ഈക്വൽ ടു -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ y ആക്സിസിനകത്ത് നെഗറ്റീവ് പാർട്ട് ഇതാണ്. ഇവിടെ -1 -2 -3 -5 ഇവിടെ ആണെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഈ ഒരു -5ലൂടെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് പോകും, y ഈക്വൽ ടു -5. ഈ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ വൈയുടെ വാല്യൂ എപ്പോഴും എന്താണ്? -5. എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് എടുക്കാം, വൈയുടെ വാല്യൂ എന്ത് വരും? -5 തന്നെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ലൈനും ഇതാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ ഡ്രോ ചെയ്തപ്പോൾ കിട്ടിയത്. ഒന്ന് ഈ ഒരു ലൈനാണ്, മറ്റൊന്ന് ഇതാണ്. ഇത് തമ്മിൽ എന്താണ്? പാരലൽ ലൈൻസ് ആണ്. നമുക്കറിയാം പാരലൽ ലൈൻസ് ആണ് എപ്പോഴും എന്താണ്? ഇത് തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ എപ്പോഴും നോ സൊല്യൂഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാതെ തന്നെ കണ്ടെത്താം. കാരണം എന്താണ്? ഇങ്ങനെ y ഈക്വൽ ടു ഒരു നമ്പർ തരുവാണെങ്കിൽ നമുക്കത് ഈ ഒരു എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ആ ഒരു ലൈൻ വരിക എന്നറിയാം. അപ്പോൾ ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ സൊല്യൂഷൻ ആണ്. Fifth question, a fair die is thrown once, the probability of even composite number is 0, 1/3, 3/4, 1 ആണ് ഓപ്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫെയർ ഡൈ. ഫെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഈ 1 to 6 വരെയുള്ള 6 വരെ 1 2 3 ഇതുപോലെ 6 സൈഡുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡൈനെയാണ് ഫെയർ ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡൈ എറിയുവാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈവൻ കമ്പോസിറ്റ് നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഡൈ എറിയുമ്പോഴത്തേക്കും വരുന്ന ഔട്ട്കംസ് എന്താണ്? 1 2 3 4 5 6 ഇതിലേതെങ്കിലും ഒന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫേവറബിൾ ഔട്ട്കംസ് ബൈ പോസിബിൾ ഔട്ട്കംസ് ആണ്. പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 6 ആണ്. 1 തൊട്ട് 6 വരെ 6 നമ്പേഴ്സിൽ ഏതെങ്കിലും വീഴാം. ഇനി ഇവിടുത്തെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആകണം, അതുപോലെ തന്നെ കമ്പോസിറ്റ് നമ്പർ ആകണം. ഈവൻ നമ്പർ ഏതൊക്കെ വരും? 2 4 6. ഈ 2 4 6ൽ കമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടൊരു പ്രൈം നമ്പറാണ്. കാരണം എന്താണ്? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ നമ്പറും 1ഉം മാത്രമേ ഫാക്ടർ ഉള്ളൂ. 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. 1ഉം ആ നമ്പറും 1ഉം മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. 4ൻ്റെ കേസ് നോക്കിയേ,
4ഉം 1ഉം അല്ലാതെ 2 × 2ഉം 4 അല്ലേ. അപ്പം 1ഉം 4ഉം 2ഉം അതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് 4 എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പോസിറ്റ് നമ്പറാണ്. അപ്പം പ്രൈം നമ്പറാണ് 2, അതുകൊണ്ട് അത് കട്ട് ചെയ്തു. ഇവ നമുക്ക് വേണ്ടത് ഈവൻ കമ്പോസിറ്റ് നമ്പറാണ്. 6 എന്ന് പറയുന്നത് എന്താണ്, 6ഉം 1ഉം അല്ലാതെ 3 2s are 6 അല്ലേ. അപ്പം 1ഉം 6ഉം 2ഉം 3 ഉണ്ട്. അപ്പോൾ 4ഉം 6ഉം ആണ് ഇവിടുത്തെ ഈവൻ കോമ്പോസിറ്റ് നമ്പർ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം. അപ്പം നമുക്കറിയാം ഫേവറബിൾ ഔട്ട്കംസ് 2 ആണ്. ഇതിനും കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2 3s are 6 ആണ്. 1/3 വന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. 6th question. 8 chairs and 5 tables cost rupees 10,500 while 5 chairs and 3 tables cost rupees 6,450. The cost of each chair will be. ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് 750, 600, 850, 900 ആണ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് 8 ചെയറിൻ്റെയും 5 ടേബിളിൻ്റെയും വില 10,500, 5 ചെയർസ് ആൻഡ് 3 ടേബിൾസിൻ്റെ കോസ്റ്റ് 6,450. ഇനി കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണോ, ഒരു ചെയറിൻ്റെ വിലയാണ്. ഒരു ചെയറിൻ്റെ വിലയാണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ചെയറിൻ്റെ വിലയാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പം നമ്മൾ ഒരു ചെയറിൻ്റെ വില എക്സ് എന്നും ഒരു ടേബിളിൻ്റെ വിലയെ വൈ എന്നും എടുത്തു. അങ്ങനെയാണ് ഇതിനെ എങ്ങനെ ഏത് രീതിയിൽ ഇക്വേഷൻ എഴുതാൻ പറ്റും. 8 ചെയറിൻ്റെ വില, ഒരു ചെയറിൻ്റെ വില എക്സ് ആണെങ്കിൽ 8 ചെയറിൻ്റെ വില എന്ത് വരും, 8x എന്ന് വരും, 8x. ഇനിയും പ്ലസ് 5 ടേബിളിൻ്റെ വില എന്ത് വരും, ഒരു ടേബിളിൻ്റെ വില വൈ ആണെങ്കിൽ 5 ടേബിളിൻ്റെ വില 5y വരും, ഈക്വൽ ടു 10,500 എന്ന് വന്നു. ഇനി നോക്ക്, ഇതുപോലെ തന്നെ ഒരു ചെയറിൻ്റെ വില എക്സ് ആണെങ്കിൽ 5 ചെയറിൻ്റെ വില 5x വന്നു, പ്ലസ് 3 ടേബിളിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും 3y വന്നു, ഈക്വൽ ടു 6,450 വന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഇനി ഇതിനെ സോൾവ് ചെയ്ത് ഈ എക്സിൻ്റെ വാല്യൂ, കാരണം ഒരു ചെയറിൻ്റെ വിലയല്ലേ കണ്ടെത്തേണ്ടത്, എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഇക്വേഷനെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെയോ വൈയുടെയോ ടേമിനെ നമ്മൾ ഈക്വൽ ആക്കാൻ നോക്കും. ഇവിടെ വൈയുടെ ടേമിനെ ഈക്വൽ ആക്കുവാണെങ്കിൽ ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഫസ്റ്റ് ഇക്വേഷനെ, ഇവിടെ ഇപ്പോൾ ഈ ഇക്വേഷനെ ഫുള്ളുമാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ ഈ 10,500 മാത്രമല്ല, ഈ 8xനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5xനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നീട് ഈ 10,500നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും, 8 × 3 24x വന്നു, പ്ലസ് കൊടുത്തു, 5 × 3 15y കൊടുത്തു. ഈ 10,500നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 5 × 3 15 1 വന്നു, 3 വന്നു. ഓക്കെ, ഇനി ഇനി ഇവിടത്തെ 15 വന്നു, ഇവിടെ 3 ആണ്, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഇവിടെ ഇനിയും 15y വരത്തുള്ളൂ. അപ്പം വീണ്ടും ഇവിടെ ഈ ഒരു ഇക്വേഷനെ ഫുള്ള് നമ്മൾ എന്താണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 5 25x വന്നു, പ്ലസ് കൊടുത്തു, 5 × 3 15y കൊടുത്തു, ഈക്വൽ ടു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 0, 5 × 5 25 ആണ്, 2 കൊണ്ട് റിമൈൻഡർ, 5 4s are 20 + 2 22 വന്നു, 2 6 5s are 30 + 2 32 വന്നു. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ വൈയുടെ ടേം ഈക്വലായി. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ ഒരു ഇക്വേഷൻ ഞാൻ എഴുതിയപ്പോഴത്തേക്കും ഇതിനെ താഴെയായിട്ട് എഴുതി. ഇപ്പോൾ ഇതെനിക്ക് നേരത്തെ അറിയാം, ഇതാണ് വലുതെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. നിങ്ങളിത് എഴുതിക്കതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. ഏത് ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ വരിക. അപ്പം വലിയ നമ്പറിൽ നിന്ന്, ഇവിടെ ഇപ്പം 25x അല്ലേ, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ രീതി, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി നോക്കുകയാണെങ്കിൽ എന്ത് വരും, ഇത് തമ്മിൽ ക്യാൻസൽ ആകും. 15 ൽ നിന്ന് 15 മൈനസ് ചെയ്താൽ 0 ആയി. 25x ൽ നിന്ന് 24x മൈനസ് ചെയ്താൽ 1x വന്നു, ഈക്വൽ ടു, ഇവിടെ 0, ഇവിടെ 5, 12ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 7 വന്നു. ഇവിടെ ഇനി എന്താണ്, 1ൽ നിന്ന് 1 പോയാൽ 0 ആണ്, 3ൽ നിന്ന് 3 പോയാൽ 0 ആണ്. 1x എന്ന് പറഞ്ഞാൽ 750, അതായത് x എന്ന് പറഞ്ഞാൽ 750. എക്സിൻ്റെ വാല്യൂ അല്ലേ കണ്ടെത്തേണ്ടത്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ഇത് നേരെ തിരിച്ചൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ 24x ഇവിടെ 25. അതുപോലെ തന്നെ ഇത് നേരെ തിരിച്ചാണ്, ഇവിടെ 31,500 ഇവിടെ വന്നു, ഇവിടെ 32,250 വന്നു. ഈ രീതിയിലായിരുന്നെങ്കിൽ, ഇക്വേഷൻ നേരെ തിരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ചിലർക്ക് കൺഫ്യൂഷൻ കാണും, അതുകൊണ്ട് പറയാം. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ 24ൽ നിന്ന് 25x മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 24ൽ നിന്ന് 25 മൈനസിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, 25ൽ നിന്ന് 24 മൈനസ് ചെയ്യുക. അതായത് ഇങ്ങനെ വരും, 24x മൈനസ് 25x എന്ന് വരും. 25ൽ നിന്ന് 24 മൈനസ് ചെയ്യുമ്പോൾ എന്താണ്, 1x വന്നു. 25 24 വലുത്, 25 വലുത്, അതിൻ്റെ സിമ്പിളൂടെ കൊടുത്തു, മൈനസ് 1x വന്നു, ഈക്വൽ ടു, ഇവിടെ എന്തായാലും 0 ഉള്ളൂ. 15ൽ നിന്ന് 15 മൈനസ് ചെയ്താൽ 0 വരത്തുള്ളൂ. ഇനി ഇവിടെ നോക്കുക,
ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 31,500 നിന്ന് -32,250. ഇതാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യും? വലിയ നമ്പറിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ 750 വന്നു. ഇനി ഇതിൽ വലുത് 32,250 അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ മൈനസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ മൈനസും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എക്സ് 750 കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്താലും ചെയറിൻ്റെ വില എന്താ വരിക? 750 ആണ് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. 7th question. If cos theta plus cos cot theta equal to 1, then the value of sin cot theta plus sin to the power 4 theta is -1, 0, 1, 2. ഇവയാണ് ഓപ്ഷൻസ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് കോസ് തീറ്റ പ്ലസ് കോസ് കോട്ട് തീറ്റ 1 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ട സൈൻസ് കോട്ട് തീറ്റ പ്ലസ് സൈൻ ടു ദ പവർ 4 തീറ്റയാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റി എന്താണ്? കോസ് സ്ക്വയർഡ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർഡ് തീറ്റ ഈക്വൽ ടു 1 എന്നറിയാമല്ലോ. അപ്പോൾ ഇവിടെ കോസ് കോട്ട് തീറ്റയുടെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മേലെ, അതായത് കോസ് കോട്ട് തീറ്റ ഇവിടെ നിർത്തുവാണെങ്കിൽ ഈക്വലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ഉണ്ട്, പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും? മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വരും. ഓക്കെ, അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോസ് തീറ്റ അതുപോലെ തന്നെ കൊടുത്തു. കോസ് തീറ്റ പ്ലസ് കോസ് കോട്ട് തീറ്റയ്ക്ക് പകരം എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കൊടുത്തു ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു കോസ് കോട്ട് തീറ്റയ്ക്ക് പകരം ഈ ഒരു വാല്യൂ കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു കോസ് തീറ്റ എന്ന് പറയുന്നത് പ്ലസ് കോസ് തീറ്റ ആണല്ലോ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവിടെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇവിടെ 1 ഉണ്ട്, ഈ പ്ലസ് കോസ് തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും? മൈനസ് കോസ് തീറ്റയായി. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, രണ്ടും കൂടെ ക്യാൻസൽ ആകത്തില്ലേ? അതായത് ഈ ഒരു 1നെ, ഇത് +1 ആണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -1 ആകും, 1ൽ നിന്ന് 1 മൈനസ് 0 ആകും. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു 1 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 0 ആയി. ഇനി ഈ മൈനസും രണ്ട് സൈഡിലുള്ള മൈനസും ക്യാൻസലായി. ഇവിടെ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വന്നു. ഇവിടുത്തെ ഈ മൈനസ് എന്തുകൊണ്ടാണ് ക്യാൻസലായെന്ന് ഇനി ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയാണ്. ഇനി മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഇൻറ്റു കോസ് തീറ്റയാണ്. ഇവിടുത്തെ രണ്ടും -1 ആണ് ക്യാൻസലായത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ ക്യാൻസൽ ചെയ്യാം. കാരണം ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോയി ഡിവിഷൻ വരും, -1 വരും, 1ഉം 1ഉം ക്യാൻസലായി, ഇത് പ്ലസ് ആയിപ്പോയി. ഇതേ രീതിയിലാണ് ഇവിടെ ക്യാൻസലായത്. ഇനി നേരത്തെ ഈ ഒരു കേസിൽ ഇത് വെച്ച് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറയാം. ഇവിടെ എന്നാ സംഭവിച്ചത്? ഈ ഒരു പ്ലസും മൈനസും ആയിരുന്നു ഇവിടെ സിമ്പിൾ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇവിടെ പ്ലസും മൈനസും ആകുമ്പോൾ ഈ ഒരു +1 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? -1 ആകും. 1ൽ നിന്ന് 1 മൈനസ് 0 ആയി. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? ഇവിടെ നമുക്ക് ലഭിച്ചു സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കോസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കോസ് തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇതിനെ രണ്ടിനെയും ഒന്നുകൂടെ സ്ക്വയർ ചെയ്യുവാണ്. അതായത് ഇവിടെ കോസ്, ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്യുമ്പം തീറ്റ വന്നു, കോസ് സ്ക്വയർ തീറ്റ വന്നു. ഇനി ഈ ഒരു വശത്ത് എന്താണ്? സൈൻ സ്ക്വയർ ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ കൊടുക്കുമെന്ന് പറയുമ്പം സൈൻ ടു ദ പവർ, അതായത് a⁻m ദ ഹോൾ n ഫോമിൽ വന്നു കഴിഞ്ഞാൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. അതുപോലെ തന്നെ 2 × 2 4 ആണ്. സൈൻ ടു ദ പവർ തീറ്റ വന്നു. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ ടു ദ പവർ 4 തീറ്റ എന്ന് വന്നു. ഇനി നോക്കിയേ, സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് വാല്യൂ എന്തുണ്ട്? കോസ് തീറ്റ ഉണ്ട്. സൈൻ ടു ദ പവർ 4 തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. അപ്പോൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് വരിക? അതായത് നോക്കുക, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഞാൻ ഇതിന് പകരമായിട്ട് വാല്യൂ കൊടുക്കുന്നത് കോസ് തീറ്റ കൊടുത്തു. കോസ് തീറ്റ പ്ലസ് സൈൻ ടു ദ പവർ 4 തീറ്റയ്ക്ക് പകരം എന്തെടുത്തു? കോസ് സ്ക്വയർ തീറ്റ കൊടുത്തു. ഇത് തന്നെയല്ലേ ഫസ്റ്റ് തന്നിരിക്കുന്നത്? അതിൻ്റെ വാല്യൂ എന്താണ്? 1. ഇത് തന്നെയാണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെയും വാല്യൂ 1 ആണ് ആൻസർ. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് പറയാം. ഫസ്റ്റ് നമ്മുടെ ഇക്വേഷനിൽ കോസ് കോട്ട് തീറ്റ ഈക്വൽ ടു സൈൻസ് കോട്ട് തീറ്റ, കോസ് കോട്ട് തീറ്റ പ്ലസ് സൈൻസ് കോട്ട് തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അതിൽ നിന്ന് ഈ കോസ് കോട്ട് തീറ്റയുടെ വാല്യൂ കണ്ടെത്തി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തപ്പം സൈൻസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി ഇതിനെ രണ്ട് സൈഡിൽ നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി സൈൻ സ്ക്വയർ ആയിരുന്നു, അതിൻ്റെ കൂടെ ഒരു 2 കൂടെ വന്ന് മൾട്ടിപ്ലൈ ചെയ്തു, സൈൻ റേസ് ടു 4 തീറ്റ എന്ന് തോന്നുന്നു. ഇനി ഈ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് എക്സ്പ്രഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് ഇതിനും വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The decimal representation of 23/2 cube into 5 square will be terminating, non-terminating, non-terminating and repeating, non-terminating and non-repeating. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ് ടെർമിനേറ്റിംഗ്. അപ്പോൾ ഇവിടെ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു റാഷണൽ നമ്പർ P/Q ഫോമിലൊരു നമ്പർ. അപ്പോൾ പി എന്ന് പറയുന്ന ന്യൂമറേറ്ററിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടും. അപ്പോൾ അതിനകത്തെ ആ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ്റെ ഇവിടെ വരുന്ന നമ്പർ ഇവിടെ ടെർമിനേറ്റിംഗ് ആണോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5/2 പറയുവാണെങ്കിൽ എന്താണ് 2 2 4 വന്നു, ഇവിടെ 1 വരും, വീണ്ടും നമ്മൾ പോയിന്റ് കൊടുക്കും, ഇവിടെ 0 കൊടുക്കും, 5 2s are 2. അപ്പോൾ ഇവിടെ 2.5 എന്ന് വന്നു, ഇവിടെ ടെർമിനേറ്റ് ചെയ്തു 2.5 എന്ന് വന്നു. അപ്പം ഇവിടെ 5/2 എന്നുള്ളത് P/Q ഫോമിലുള്ള നമ്പറാണ്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു ഡെസിമൽ റെപ്രസെൻറ്റേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ ഇത് റിപ്പീറ്റ് ചെയ്തോ അല്ലെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടോ പോകുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ 23, താഴെ നമുക്ക് 2ൻ്റെയും 5ൻ്റെയും പവറിൽ ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടെക്സ്റ്റിലെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന തിയറം 1.5 പറയുന്നത് എന്താണ്? ലെറ്റ് എക്സ് ബി ദ റാഷണൽ നമ്പർ ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഫോം ഓഫ് P/Q വെയർ P ആൻഡ് Q ആർ കോപ്രൈം. പിയും ക്യൂവും കോപ്രൈം ആയിരിക്കണം. അതോടൊപ്പം തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് Q ഈസ് ഇൻ ദ ഫോം 2n ആൻഡ് 5m വെയർ n ആൻഡ് m ആർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. ഇതെല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന P/Qവിൽ ആദ്യം ഈ പിയും ക്യൂ എന്തായിരിക്കണം? കോപ്രൈം ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 23 എന്ന് പറഞ്ഞാൽ 23 × 1, 23ഉം 1ഉം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫാക്ടേഴ്സ്. താഴെ ഈ 23ന് സിമിലർ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയിട്ട് 1 മാത്രമേ ഫാക്ടർ ഉണ്ടാകാവുന്നുള്ളതാണ്. അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ കോപ്രൈം ആണെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? താഴത്തെ ഡിനോമിനേറ്ററിനെ നമ്മൾ 2m × 5n എന്ന ഫോമാറ്റിൽ എഴുതാൻ പറ്റുന്നുണ്ടോ? m നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഇതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന തിയറം എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കാവുന്നതാണ്. റിയൽ നമ്പേഴ്സ് ആ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ LCM ഓഫ് 2³ × 3² ആൻഡ് 2² × 3³ ഈസ് 2³ 3³ 2³ × 3³ 2² × 3². ഇവയാണ് ഓപ്ഷൻസ്. അപ്പോൾ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ രണ്ട് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനകത്ത് 2 ഉണ്ട് 3 ഉണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ വന്നിരിക്കുന്ന ബേസ്. ഇനി ഇവിടെ നോക്കുക, 2ൻ്റെ കേസിൽ 3 ആണ് പവർ, ഇവിടെ 2 ആണ് പവർ. ഈ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതെന്നാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പവർ എടുത്ത് എഴുതുക. 2ലും 3ലും 3 കൊടുത്തു. ഇവിടെ നോക്കുക, 3യുടെ കേസിൽ 2ഉം ഈ തന്നിരിക്കുന്ന ഇത് 3 ആണ്. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ 2ഉം 3ഉം ഉണ്ട്. ഇതിലെ ഹയസ്റ്റ് ഏതാണ് അത് എഴുതുക. ഇതായിരിക്കും നമ്മുടെ LCM. അപ്പോൾ LCM എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ഇനി HCFൻ്റെ കേസ് നോക്കുക. HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത്. പക്ഷേ ഹയസ്റ്റ് HCF ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ പവർ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലോവർ വാല്യൂ എടുത്ത് സെലക്ട് ചെയ്യുക. ഇവിടെ LCM ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ പവറിൽ ഹയസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്തു. 2³ × 3³ ആണ് ഇവിടുത്തെ ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ HCF ഓഫ് 2 numbers ഈസ് 18. ദെയർ പ്രൊഡക്റ്റ് ഈസ് 12,960. ദെയർ LCM വിൽ ബി 420, 600, 720, 800 ആണ് ഓപ്ഷൻസ്. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും. ഇതിൻ്റെ LCM ഓഫ് AB, അതുപോലെ തന്നെ HCF ഓഫ് AB. LCM × HCF എന്ന് പറയുന്ന ഈ 2 നമ്പറിൻ്റെയും പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. LCM × HCF എന്ന് പറഞ്ഞാൽ ആ 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? HCF വന്നിട്ടുണ്ട് 18. ഇവിടെ LCM ആണ് അറിയാത്തത്. ഇനി ഇവിടെ ഇതിൻ്റെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 2 നമ്പേഴ്സിൻ്റെത് 12,960. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് ഈ 18ന് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ LCMൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ നോക്കുക, നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 9 വന്നു. ഇവിടെ 6 × 2 12 ആണ്. ഇവിടെ 4 × 2 8 വന്നു. 8 × 2 16 വന്നു. 0 വന്നു. ഇനി 9 കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എത്ര വരും? 9 × 7 എത്ര വരും? 63 വന്നു. 18 ഉണ്ട്. 9 × 2 വന്നു. 0, 720. ഓപ്ഷൻ C ആണ് ആൻസർ. 11th ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ DE പാരലൽ ടു BC, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ?
ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്, ട്രൂ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം എക്സും വൈയും എയും ബിയും തമ്മിലുള്ള റിലേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ADE ചെറിയ ട്രയാങ്കിൾ, അടുത്തത് ABC, ഇത് തമ്മിൽ സിമിലർ ആണെന്ന് നമ്മൾ കണ്ടെത്തണം. ADEയും ABCയും ഈ രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള ആംഗിൾ അല്ലേ, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A, രണ്ടെണ്ണത്തിനകത്തും കോമൺ, രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുണ്ട്. ഇനി D പാരലൽ ടു BC എന്ന് തരുമ്പോഴത്തേക്കും നമുക്കിത് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D. അപ്പോൾ ബൈ AA തിയറത്തിൽ നിന്നൂടെ തന്നെ നമുക്ക് പറയാമല്ലേ ട്രയാങ്കിൾ AD എന്ന് പറയുന്നത് സിമിലർ ആണ് ABC ആയിട്ട്. ഇനി ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ നമുക്ക് പറയാമല്ലോ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് പോലെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇനി അതെങ്ങനെ കണ്ടെത്തും? ഫസ്റ്റ് നമ്മൾ ഈ A എന്ന് പറയുന്ന ആംഗിൾ നോക്കുക. ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് ഏതാണ്? BC ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിളിന് ഈ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? DE. ഓക്കെ, ഈക്വൽ ടു അടുത്ത നമ്മൾ പറഞ്ഞത് ഈ ഒരു ഡിയും ഈ ഒരു ബിയും ആണ്. വലിയ ട്രയാങ്കിളിൻ്റെ കേസിൽ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഒരു വലിയ ഭാഗമാണ് AC വരും. AC ബൈ ചെറുതിനകത്ത് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് AE. ഇനി നമുക്ക് മൂന്നാമത്തെ ഈ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം, പക്ഷേ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, കാരണം നമുക്ക് എക്സും വൈയും എയും ബിയും തമ്മിലുള്ള റിലേഷനാണ്. ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. BCയുടെ വാല്യൂ എന്താണ്? Y. ഡിയുടെ വാല്യൂ എന്താണ്? X. ACയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A തൊട്ട് C വരെ A+B അല്ലേ, A+B വന്നു. AE എന്താണ്? A വന്നു. ഇനി നമുക്ക് നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോഴത്തേക്ക് ഒന്നുകിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം, ഇതിനെ എനിക്കിങ്ങനെ ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഇവിടെ Y ഉണ്ട്, ഇവിടെ A+B വരും, ഇത് X ഇങ്ങോട്ടും വന്നു, A ഇവിടെ ഉണ്ട്, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു. ഇനി നോക്കുക, എക്സിനെ ഒരു സൈഡിൽ നിർത്തണമെങ്കിൽ ഇതിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, അതായത് ഈ എക്സിനെ മാത്രം ഇവിടെ നമ്മൾ നിർത്തുന്നു, A ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇത് താഴെയായിരുന്നു, ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് അത് മുകളിലോട്ട് പോകും, ഇത് ഡിവിഷൻ മൾട്ടിപ്ലൈ ആകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ X ഈസ് ഈക്വൽ ടു Y ഇൻറ്റു എന്ന് പറഞ്ഞാൽ AY തന്നെയാണ്. X ഈസ് ഈക്വൽ ടു AY ബൈ A+B. ഇത് തന്നെയല്ലേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ C. X ഈസ് ഈക്വൽ ടു AY ബൈ A+B. ഓപ്ഷൻ C ആണ് ട്രൂ. 12th question. The coordinates of the point P dividing the line segment joining the points A13 and B46 internally in the ratio 2:1 are. Options 2, 4, 4, 6, 4, 2, 3, 5. അതായത് ഇവിടെ രണ്ട് പോയിന്റ്സ് A എന്നും B എന്നും പറയുന്ന രണ്ട് പോയിന്റ്സ്, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് P 2:1 എന്ന റേഷ്യോയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഈ ഒരു കോർഡിനേറ്റ് കണ്ടെത്തണമെങ്കിൽ എന്താണ്? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. M1x2 + M2x1 ഡിവൈഡ് ബൈ M1 + M2, M1y2 + M2y1 ഡിവൈഡ് ബൈ M1 + M2. ഇതിൽ M1 M2 എന്താണ്? ഈ റേഷ്യോ പറഞ്ഞിരിക്കുന്നതാണ് M1 M2. ഇനി ഇത് x1 y1, ഇത് x2 y2. ഇതേ രീതിയിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ഇവിടുത്തെ M1 × x2 ആണ്, അപ്പം 4 × 2, 4 2s are 8 വന്നു, പ്ലസ് ഇനി M2 × x1 ആണ്, M2 × x1 എന്ന് പറയുമ്പോഴത്തേക്കും 1 × 1 1 വന്നു, ഡിവൈഡ് ബൈ M1 + M2 എന്താണ്? 2 + 1 3 വന്നു. ഇനി അടുത്ത് ഇവിടെ എന്ത് വരും? M1y2 എന്ന് പറയുമ്പം 6 2s are 12 പ്ലസ് ഇനി M2 y1 ആണ്, അപ്പം 1 × 3 3 വന്നു, ഡിവൈഡഡ് ബൈ M1 + M2 3 വന്നു. 8 + 1 9, 9/3, ഇവിടെ 12 + 3 15/3 വന്നു. 5 × 3 ആണ് 15, ഇവിടെ 3 × 3 ആണ്. അപ്പോൾ എന്ത് വന്നു? 3 5. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 5 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 3825 ഈസ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 3825 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ലാസ്റ്റ് ഇവിടെ 5 ആയതുകൊണ്ട് തന്നെ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്നറിയാം. അപ്പം 5 എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 5 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 38 നോക്കുമ്പോഴത്തേക്ക് എത്രയാണ്? 7 × 5 35 വന്നു. 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി 3 ഉണ്ട്, 32. അപ്പോൾ ഇനി 32നകത്ത് നോക്കുമ്പോഴത്തേക്ക് 6 × 5 ആണ് 30 വരിക. ഇവിടെ 25 ഉണ്ട്, 5 5s are 25 വന്നു. വീണ്ടും 5 വന്നപ്പോൾ 5 കൊണ്ട് തന്നെ ഡിവൈഡ്, ഇവിടെ 1 വന്നു, ഇവിടെ 26 ഉണ്ട്, 5 5s are 25 വരും. ഇവിടെ 1 ഉണ്ട്, 5 3s are 15 വന്നു. 153 വന്നു. ഇനി 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 3 + 1 4, 5 + 4 9 വന്നു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പം 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. അപ്പോൾ 3 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആണ്. 5 × 3 ആണ് 15 വരെ, ഇവിടെ 1 വന്നു.
വീണ്ടും 5 + 1 6 അപ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 1 വന്നു, 21 ആണ്, 17 വന്നു. 17 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. 17 × 1 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ 5 2s വരുമ്പോഴത്തേക്കും 5 സ്ക്വയർ ഇൻറ്റു 3 2 ടൈംസ് വരുമ്പോഴത്തേക്കും 3 സ്ക്വയർ ഇൻറ്റു 17 1 ടൈം ആണ് 17 വന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 14th question. In the figure given below, AD = 4 cm, BD = 3 cm and CB = 12 cm. Then cot theta = അപ്പോൾ ഇവിടെ 3/4 5/12 4/3 12/5 ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഈ ഫിഗറിലോട്ട് കൊടുക്കാം. AD 4, BD 3, CB 12. ഇനി നമ്മളോട് പറയുന്ന കോട്ട് തീറ്റയാണ്. തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു സിമ്പിൾ കണ്ടാൽ അറിയാം ഇതെന്താണ്, 90 ഡിഗ്രിയാണ്. ഇവ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്കറിയാം. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ പൈതഗോറസ് ട്രിപ്ലറ്റ് അനുസരിച്ച് ഇവിടെ എന്താണ്, ഇനി 5 അല്ലേ വരത്തുള്ളൂ. അതായത് √3² + 4² = √25 വരും. 25 √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. പൈതഗോറസ് ട്രിപ്ലറ്റ് അറിയത്തില്ലെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. √4² + 3² വരും. എത്ര വരും, 16 + 9 വരും. √25 വരും, 5 വരും. ഇതേ രീതിയിൽ ഇത് 5 ആണെന്ന് കണ്ടെത്താമല്ലോ. അപ്പം ഇനി നോക്കുക, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോട്ട് തീറ്റ കണ്ടെത്താനാണ്. അപ്പം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അതിൻ്റെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കോഡ് എന്തായിരുന്നു, ഓറഞ്ച് ആപ്പിൾ ഓംലെറ്റ് ഹോം ഹാപ്പി ആയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ കോസ് ടാൻ, ഇവിടെ ടാൻ വരും, ഇവിടെയാണ് കോട്ട് വരിക. അപ്പോൾ കോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കോട്ട് തീറ്റ എന്നുള്ള വാല്യൂ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, ഫസ്റ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ എന്താണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഈ ഒരു കോഡ് നമ്മൾ ഓൾറെഡി ചെയ്ത ആ ഒരു വീഡിയോയിലുണ്ട്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. ഇനി നോക്കി, ഈ തീറ്റ ഇവിടെയാണ്, ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് വരിക, അത് 12 വന്നു. അപ്പം തന്നെ ആൻസർ നമുക്കിവിടെ മുകളിൽ 12 ഉള്ളത് ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഇനി ഓപ്പോസിറ്റ് സൈഡ് നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് വരിക ഏതാണ്, 5 ആണ്. അപ്പം 12/5 ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 15th question. If ABCD is a rectangle, find the value of x and y. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ആണ് ഈ ഒരു 4 ഓപ്ഷനിലായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ABCD എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ, അതിൻ്റെ ലെങ്ത് 12 തന്നിട്ടുണ്ട്, അതാണ് x + y. അതിൻ്റെ ബ്രെഡ്ത്ത്, അതിൻ്റെ വീതി x - y 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ തന്നെ നോക്കിയാൽ x 10ഉം y 2ഉം. അപ്പോൾ ഇവിടെ നോക്കുക, x 10 10, ഇവിടെ 2, 10 + 2 എന്താണ്, 12 വന്നു. അതുപോലെ തന്നെ ഇവിടെ 10 - 2, 10 - 2 - 8 അല്ലേ. ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്. ഇനി ഇതേ രീതിയിൽ പെട്ടെന്ന് കണ്ടെത്തുന്നില്ലെങ്കിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക, അതായത് ഇവിടെ നമുക്കറിയാം x + yയുടെ വാല്യൂ 12 ആണെന്നും x - y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, x - yയുടെ വാല്യൂ 8 എന്നും അറിയാം. ഇങ്ങനെയാണ് എക്സ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 12 + 8 20/2 ചെയ്യുക, 10 വന്നു. വൈയുടെ വാല്യൂ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, 12 നിന്ന് 8 മൈനസ് ചെയ്യുക, 4 വന്നു, /2 ചെയ്യുക, 2 വന്നു. ഇവിടെ ആൻസർ ഓപ്ഷൻ എ. 16th one. In an isosceles triangle ABC, if AC = BC and AB² = 2AC², then the measure of the angle C will be 30, 45, 60, 90 ആണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡ് ഈക്വൽ ആണ്. അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ് AC = BC എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് C ആണ്. അപ്പം ഞാൻ ആ C മുകളിൽ കൊടുത്തു. ഇത് എയും ഇത് ബിയും. അപ്പോൾ AC ഇതാണ് AC, ഇതാണ് BC. AC = BC എന്ന് വന്നു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയേ, AB² എന്ന് പറയുന്നത്, ഈ AB² എന്ന് പറയുന്നത് 2AC². അതിനെ എനിക്ക് AC² + AC² എന്ന് എഴുതാമല്ലോ. 2 AC² ചേരുന്നതാണ് AB² എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നോക്കുക, ഈ AC എന്ന് പറയുന്നത് എന്താണ്, BCക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം AB² = AC² പ്ലസ് ഒരു ACക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇത് രണ്ടും ഈക്വൽ അല്ലേ, BC കൊടുക്കാം. BC² വന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് പൈതഗോറസ് തിയറം അല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്, AB² എന്ന് പറയുന്നത് AC² + BC² ആണെന്ന്. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയറിൻ്റെയും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിൻ്റെയും എന്താണ്, സമ്മാണ്. ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ AB എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് വരും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് എന്താണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്, ഇതേ രീതിയിൽ വരയ്ക്കണം. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഈ 2 സൈഡ് ഈക്വൽ ആണ്, ഇതാണ് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വരിക. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്കത് മനസ്സിലാകുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്താണ്, 90 ഡിഗ്രി. ആംഗിൾ C ആണ് ചോദിക്കുന്നത്,
ഓപ്ഷൻ ഡി ആണ് ആൻസർ. 17th one, if minus 1 is a zero of the polynomial p of x is equal to x square minus 7x minus 8, then other zero is minus 8 minus 7 1 8. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ തന്നിരിക്കുന്ന ഈ ഒരു പോളിനോമിയലിൽ -1 എന്ന് പറയുന്നത് സീറോ ഓഫ് ദ പോളിനോമിയലാണ്. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 0 വരും. ഇനി അടുത്ത 0 ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ എന്താണ്, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. അപ്പോൾ ഇവിടുത്തെ ആൽഫ ബീറ്റ എന്ന് പറയുന്നതാണ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഒരെണ്ണം തന്നിരിക്കുന്നത് എന്താണ്? -1 നമ്മുടെ സീറോ ഓഫ് ദ പോളിനോമിയൽ ആണെന്ന് അറിയാം. അടുത്ത ബീറ്റയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇനി ഇവിടെ മൈനസ് കൊടുത്തു, ഈ ഒരു ഇക്വേഷനിലെ മൈനസ് കൊടുത്തു. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈ ഒരു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അത് -7 അല്ലേ? -7 കൊടുത്തു ബൈ. ഇനി എ എന്ന് പറയുന്ന എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്താണ്? 1 ആണ്. 1 കൊടുത്തു. ഇവിടെ മൈനസും മൈനസോടെ ക്യാൻസലായി 7/1 എന്ന് പറഞ്ഞാൽ 7 വന്നു. ഇനി ബീറ്റ ഈക്വൽ ടു ഇവിടെ 7 ആണ്. ഈ -1 ഇങ്ങോട്ട് വരുമ്പം +1 വന്നു, 8 വന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നോക്കിയേ, നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് 8 കൊടുത്ത് നോക്കിയേ. 8 സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 8 കൊടുത്തപ്പോൾ 8ൻ്റെ സ്ക്വയർ വന്നു -7 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 8 കൊടുത്തു -8. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 വന്നു. -8 ഇൻറ്റു 7 56 -8 വന്നു. ഇത് രണ്ടും മൈനസ് ആയതുകൊണ്ട് നമുക്കത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. മൈനസ് കോമൺ ആയിട്ട് എടുത്തിട്ട് എത്രയാണ് വരിക? 64 വന്നു. 64 - 64 0 വന്നു. അപ്പോൾ ഈ ഒരു രീതിയിലും കണ്ടെത്താം, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 18th question, in a throw of a pair of dice, the probability of the same number on each die is 1/6, 1/3, 1/2, 5/6 ആണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ പെയർ ഓഫ് ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഡൈസ് ആണ് ഇവിടെ ത്രോ ചെയ്യുന്നത്. 2 ഡൈസ് വെച്ച് ഇങ്ങനെ ത്രോ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് സെയിം നമ്പറാണ്. ഈ 2 എണ്ണത്തിൽ ഇപ്പോൾ ഇവിടെ 1 വന്ന് വീണാൽ ഇവിടെയും 1, ഇവിടെ 2 വന്നാൽ ഇവിടെ 2, ഇതേപോലെ സെയിം ആയിട്ട് വന്ന് വീഴാനുള്ള അതിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിക്കുക. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കംസ് ബൈ പോസിബിൾ ഔട്ട്കംസ് ആണ്. ഇനി ഇങ്ങനെ 2 ഡൈസ് വീഴുമ്പോഴത്തേക്കും ടോട്ടൽ ഔട്ട്കംസ് എന്താണ്? 36 ആണ്. 6 × 6 36 ആണ്. അതായത് 1 1 1 2 1 3 ഇതുപോലെ വരും. പിന്നെ അടുത്ത 2 1 2 2 ഇതേപോലെ നോക്കുവാണെങ്കിൽ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 36 ആണ്. ഇനി നോക്കുക, രണ്ടിലും സെയിം നമ്പർ ആകാനുള്ള പ്രോബിലിറ്റി ചോദിക്കുമ്പോൾ എന്താണ്? ഇവിടെ 1 തൊട്ട് 6 വരെ, ഇവിടെ 1 തൊട്ട് 6 വരെയല്ലേ പ്രോബിലിറ്റീസ് ഉള്ളത്. അപ്പം 1 1 1 2 2 3 3 4 4 5 5 6 6 ഇത്രയും പ്രോബിലിറ്റി അല്ലേ ഉള്ളൂ. ഇതിൽ 1 വീഴുമ്പോൾ ഇവിടെ 1, ഇവിടെ 2 വീഴുമ്പോൾ ഇവിടെ 2. അതാണ് സെയിം നമ്പർ വീഴുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 6 വന്നു. അപ്പോൾ 6/36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 6 അല്ലേ 36. അപ്പം 1/6 വന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പം ടെക്സ്റ്റിലെ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ 2 ഡൈസ് വീഴുമ്പോഴത്തേക്കുള്ള ടോട്ടൽ ഔട്ട്കംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 1 തൊട്ട് 6 6 വരെയുള്ള ടോട്ടൽ ഔട്ട്കംസ് 36 ഔട്ട്കംസ് ഉണ്ട്. ഇതിലെ സെയിം നമ്പർ വീഴാനുള്ള ഔട്ട്കംസ് നോക്കിയാൽ ഇവിടെ 1 1 ഉണ്ട്, ഇവിടെ 2 2, ഇവിടെ 3 3, ഇവിടെ 4 4, ഇവിടെ 5 5, ഇവിടെ 6 6. അപ്പം 6/36 ആണ് വരിക. 1/6 ആണ് ആൻസർ. 19th one, the midpoint of 3p4 and -2 2q is 2 6. Find the value of p plus q. 5 6 7 8 ആണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു ലൈൻ്റെ കേസിൽ ഇത് 3p4 ആണ്. ഇതെന്താണ്? -2 2q ആണ്. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് മിഡ് പോയിന്റ്. അത് 2 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ്? പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടെത്തി p plus qൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പം മിഡ് പോയിന്റ് ഫോർമുല എന്താണ്? x1 + x2/2 y1 + y2/2. അതായത് ഈ x1 + x2/2 എന്ന് പറയുന്നത് ഈ x കോർഡിനേറ്റ് 2ന് കറസ്പോണ്ടിങ് ആണ്. y1 + y2/2 എന്ന് പറയുന്നത് ഈ y കോർഡിനേറ്റ് 6ന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഇവിടുത്തെ x1 എന്ന് പറയുന്നത് എന്താണ്? ഈ 3p ആണ് x1. ഇതാണ് x2. ഇത് y1 വരും, ഇത് y2 വരും. ഇനി ഈ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷനകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 + x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 3p + ഇവിടുത്തെ x2 എന്ന് പറയുന്നത് -2/2 വന്നു. ഇനി ഇവിടെ y1 + y2/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? y1 4 ആണ്, 4 + y2 എന്ന് പറയുന്നത് 2q ആണ്, /2 വന്നു. അപ്പോൾ x1 + x2/2 ഇത് വന്നു, y1 + y2/2 ഇത് വന്നു.
ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്, 2നോട് ഈക്വൽ ആണ്. ഇതിൻ്റെ വാല്യൂ എന്താണ്, 6നോട് ഈക്വൽ ആണ്. അപ്പോൾ ഇതേ രീതിയിൽ ഈ ഒരു ഇക്വേഷൻസിനെ നമ്മളിനി സോൾവ് ചെയ്ത് അതിൻ്റെ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 3p + -2/2 എന്നുള്ളതിനകത്ത് ഫസ്റ്റ് ഈ മുകളിലത്തെ ന്യൂമറേറ്ററിനെ നമുക്ക് നിർത്താം. 3p -2 പ്ലസ് മൈനസ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. 3p - 2 ഇവിടെ 2 ഉണ്ട്. ഈ ഡിവൈഡഡ് ബൈ 2 ഇവിടെ വരുമ്പോൾ എന്താകും, മൾട്ടിപ്ലിക്കേഷനായി 2 2s are 4 എന്ന് വന്നു. ഇവിടെ 4 വന്നു. ഇനി ഈ 3pനെ നമ്മളിവിടെ നിർത്തി. ഇവിടെ ഈക്വൽ ഉണ്ട്, ഈക്വലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 ഉണ്ട്. -2 ഇങ്ങോട്ട് വരുമ്പോൾ +2 ആയി. 4 + 2 6 ആണ്. 3p എന്ന് പറഞ്ഞാൽ 3 × p ആണ്. അപ്പോൾ 3 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് വരും, ഇവിടെ 6 ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വരുമ്പോൾ ഡിവിഷനായി /3 വന്നു. 1 3 2s are 6. പിയുടെ വാല്യൂ എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ ഇവിടെ ഇനി എന്ത് ചെയ്യും, 4 + 2q = ഈ 2 ഇങ്ങോട്ട് വരുമ്പം 6 2s are 12 വന്നു. ഇനി 2qനെ നമ്മളിവിടെ നിർത്തി. ഇത് +4 ആണ്, ഇവിടെ 12 - 4 വരും, ഇവിടെ എത്ര വരും, 8 വന്നു. ഇത് 2 × q ആണ്. ഇനി ക്യൂവിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തുക, 8/2 വന്നു, ഇവിടെ 4 വന്നു. അപ്പോൾ പിയുടെ വാല്യൂ 2 എന്ന് കിട്ടി, ക്യൂവിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. നമുക്ക് കണ്ടെത്തേണ്ടത് p + q ആണ്. 2 + 4 വന്നു, 4 + 2 6 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 147/120 വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ ഹൗ മെനി പ്ലേസസ് ഓഫ് ഡെസിമൽ? 1 2 3 4 ആണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 147/120 ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ എക്സ്പാൻഷൻ, ഇവിടെ ഒരു നമ്പർ പോയിന്റ്, ഇവിടെ നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുക, എപ്പോഴാണത് സ്റ്റോപ്പ് ആവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ 147നെ 120 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്തുകയല്ല വേണ്ടത്. പകരം എന്താ ചെയ്യേണ്ടത്, ഈ 147നെയും 120നെയും ഫാക്ടറൈസ് ചെയ്യുക. ഫസ്റ്റ് 120നെ നമുക്ക് 2 കൊണ്ട് ചെയ്യുവാണെങ്കിൽ 60 × 2 ആണ് 120. വീണ്ടും 30 വരും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 15 വന്നു. ഇനി ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 5 വന്നു. അപ്പോൾ 5 × 1 വന്നു. അതുപോലെ തന്നെ 147 ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം 3 കൊണ്ട് പറ്റുമെന്ന്. 7 + 1 8, 8 + 4 12 ആണ്. അപ്പോൾ 3 കൊണ്ട് പറ്റും. ഇവിടെ 4 × 3 12 വന്നു. 27 ഉണ്ട്. 9 3s are 27 വന്നു. 49 വന്നു കഴിഞ്ഞാൽ 7 × 7 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ എന്താ വരിക, 147 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 7 ഇത് 1 ആണേ. 3 × 7 × 7 വന്നു. ഈ 140 ന്യൂമറേറ്ററിന് പകരം 3 × 7 × 7 വന്നു. 120ക്ക് പകരം എന്ത് എഴുതാം, 2 എത്ര ടൈംസ് ഉണ്ട്, 2³ × ഇവിടെ 3 ഒരു ടൈം ഉണ്ട് × 5 വന്നു. ഇനി ഇവിടെ കട്ട് ചെയ്യേണ്ട എല്ലാം കട്ട് ചെയ്യുക. അപ്പം 3 3 ക്യാൻസലായി. അപ്പം നമുക്കിവിടെ കിട്ടിയത് ഇവിടെ 7² ഉണ്ട്, ഇവിടെ 2³ ഉണ്ട്, ഇവിടെ 5⁻1 ആണ്. അപ്പം ഇവിടെ ഇനിയും കോപ്രൈം ആയില്ലേ, അതായത് മുകളിൽ ഇനി കോമൺ ആയിട്ടൊന്നും താഴെയായിട്ട് കട്ട് ചെയ്യാനില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ താഴെ വന്നിരിക്കുന്ന 2m × 5n എന്ന ഫോം ഇല്ലയോ, ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 2ൻ്റെ പവർ 3 ആണ്, 5ൻ്റെ പവർ 1 ആണ്. ഇതിൽ ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പോൾ 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ